എക്സ്ക്യൂസ് മീ സാർ. എക്സ്ക്യൂസ്. എൻ്റെ പേര് ഭരതെന്ന. ഞാൻ അമേരിക്കയിൽ നിന്നാണ് വരുന്നത്. വാട്സോ? 1992 ഏപ്രിൽ മാസം 11-ാം തീയതി ഡോക്ടർ രാംപ്രസാദ് എന്ന ആള് ഈ അനാഥാലയത്തിൽ നിന്നൊരു കുട്ടിയെ ദത്തെടുത്തിരുന്നു സാർ. ആ കുട്ടിയെക്കുറിച്ച് എനിക്ക് ചിലതൊക്കെ അറിയാനുണ്ട് സാർ. വൈ യു വാണ്ട് ടു നോ? ഐ വാണ്ട് ടു നോ. ആ കുട്ടി ഞാനാണ് സാർ. എന്നെ എന്തിനാ ഇവിടെ ചേർത്തതെന്ന് അറിയില്ല എനിക്ക്. എൻ്റെ അച്ഛനെ അമ്മയും കുറിച്ചുള്ള വിവരങ്ങൾ എനിക്ക് അറിഞ്ഞേ പറ്റുള്ളൂ സാർ. ഈ ആശ്രമത്തിന് ചില റൂൾസ് ഒക്കെ ഉണ്ട്. ചോദിക്കുന്ന എല്ലാവർക്കും ഡീറ്റെയിൽസ് എടുത്തു കൊടുക്കാൻ പറ്റില്ല. ആദ്യം ഇവിടുന്ന് സ്ഥലം വിടാൻ നോക്ക്. സാർ, ഇതിനു വേണ്ടി ഒരുപാട് ദൂരം യാത്ര ചെയ്താൽ വന്നേ. പ്ലീസ് ഡീറ്റെയിൽസ് വേണം. സോറി, ഡൂയിങ് നത്തിങ്. എന്തുകൊണ്ടാണ് സാർ എനിക്ക് തരാത്തെ? ഐ ഹാവ് ഓൾ ദ റൈറ്റ്സ് ടു നോ. ഐ ആൾസോ ഹാവ് എ റൈറ്റ്സ് നോട്ട് ടു ടെൽ. നിങ്ങളുടെ നല്ലതിനാണ് ഞാൻ പറയുന്നത്. അതെന്താ മനസ്സിലാക്കാത്തെ? പഠിച്ച ആളല്ലേ? അനാഥാലയത്തിൽ വരുന്നത് എങ്ങനെയുള്ള കുട്ടികളാണെന്ന് അറിയില്ലേ? നിങ്ങളുടെ സ്വന്തം അച്ഛനും അമ്മയാണെങ്കിൽ പോലും ഇങ്ങനെ വളർത്തില്ലായിരുന്നു. ഇവിടെ തന്നെ നിന്നിരുന്നെങ്കിൽ ചുമ്മാ തേരാപ്പാര ഇപ്പോഴും നടന്നേനെ. ഒന്ന് പോണം സാർ. സാർ പ്ലീസ് സാർ. ആ അഴുക്ക് ചാലിലേക്ക് എന്തിനാ തിരിഞ്ഞു നോക്കുന്നേ? കിട്ടിയ ജീവിതം അനുഭവിക്കാൻ നോക്ക്. ഇയാൾ ചെന്നാട്ടെ. സാർ, എനിക്ക് നിങ്ങളുടെ സുപ്പീരിയർ ഓഫീസറെ കാണണം. നമ്പർ വേണം. ഹി ഔട്ട് സ്റ്റേഷൻ, നോ കമ്മിങ്. 1 week later you go to CM, PM or AM. No use getting. What you do, you go do. സാർ, നിങ്ങൾക്ക് അഡ്രസ് അല്ലേ വേണ്ടത്? ഒരു 2000 രൂപ ഇങ്ങതാ. 5 മിനിറ്റുള്ളിൽ തരാം. വേഗം എടുക്ക്, സമയമില്ല. പിള്ളേര് കളിച്ചത് മതി. വാ. മതി കളിച്ചത്. വാ എല്ലാവരും തിരിച്ചു വാ. ഉള്ളിൽ കയറ്. ഇത് ചീള് കേസ് സാർ. അപ്പോഴേ കൊടുത്തിരുന്നേ കിട്ടിയേനെ. ഡ്രൈവർ പറയൂ സാർ. ഒന്ന് വണ്ടി നിർത്തിക്കേ. അത് പിന്നെ അമ്മാവ, ഞാൻ അമേരിക്കയിൽ നിന്നാണ് വരുന്നത്. ആരെയാ കാണേണ്ടത്? ഒരു 28 വർഷം മുമ്പ് ഒരമ്മയും കുഞ്ഞോട് ജീവിച്ചിരുന്നു. പിന്നീട് ആ കുട്ടിയുടെ അമ്മ അവനെ ഒരു അനാഥാലയത്തിലാക്കിയിട്ട് എവിടേക്കോ പോയി. അവരെക്കുറിച്ച് അറിയാൻ വേണ്ടി വന്നതാണ് ഞാൻ. 28 വർഷം മുമ്പാണോ? അല്ല, പാർവതിയെക്കുറിച്ചാണോ ഈ പറയുന്നത്? നീ ഏതാ കുഞ്ഞെ? ഞാൻ ആ പാർവതിയുടെ മകനാ. എന്താ കാളിമോനായത്? പാർവതിയുടെ മോനോ? ഇരിക്കെ. ഇപ്പൊ എന്റെ അമ്മ എവിടെയാ ഉള്ളത്? അമ്മ മരിച്ചു കുഞ്ഞെ. ആ കൊച്ചൊരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ട് വയറ്റിലൊരു കുഞ്ഞുമായിട്ടാണ് ഇവിടേക്ക് വന്നത്. നിനക്ക് ജന്മം തന്നിട്ട് നിന്നെ ഒന്ന് ഓമനിക്കാൻ പോലും അവൾക്ക് കഴിഞ്ഞില്ല. എന്റെ അമ്മയ്ക്ക് എന്താ സംഭവിച്ചേ? ഏതവനാ അവളെ ചതിച്ചതെന്നറിയില്ല. എനിക്കാരുമില്ലെന്നും പറഞ്ഞ് ഈ വീടിന്റെ പടി കയറി അവൾ വന്നു. ആരാ നീ? എന്തു വേണം? അവളൊരു ഗർഭിണി പെണ്ണാണല്ലോ എന്ന് കരുതി ഞാനാണ് ആ കൊച്ചിനോട് ഇവിടെ താമസിക്കാൻ പറഞ്ഞത്. നിന്നെ പെറ്റത് ഈ കുടില്ല മോനെ. നിന്നെ അവൾക്ക് ജീവനായിരുന്നു. ഒരു നിമിഷം പോലും നിന്നെ അവൾ പിരിഞ്ഞിരുന്നിട്ടില്ല. എപ്പോഴും അവളുടെ ഒപ്പം ഉണ്ടായിരുന്നു. എന്റെ മോൻ വലിയൊരാളാകുമെന്ന് ഏതു നേരം അവൾ പറയുമായിരുന്നു. നിനക്ക് ചിലപ്പോ 2 വയസ്സുണ്ടാവും. തൊഴുത്തി കെട്ടിരുന്ന ഒരു കാള കയറും പൊട്ടിച്ച് നിന്നെ കുത്താൻ വേണ്ടി നേരെ വന്നപ്പോ നിന്നെ രക്ഷിക്കാൻ വേണ്ടി അവൾ മുന്നിൽ ചാടി. അന്ന് ഇവിടെ ഒരു ചെറിയ ആശുപത്രി ഉണ്ടായിരുന്നു. അവിടേക്ക് കൊണ്ടുപോയി രക്ഷിക്കാൻ ഒരുപാട് നോക്കി. പക്ഷെ അവൾ എല്ലാവരും വിട്ടുപോയി. ആരായി നടുറോട്ടിൽ വണ്ടി ഇട്ടിരിക്കുന്നേ? വണ്ടി കിടപ്പുണ്ട്. അപ്പൊ ആളെവിടെ പോയി? അയ്യോ, എന്ത് പറ്റി? TVS 50 വീണ് കിടക്കുക സാറേ. ഇവിടെ കുറ്റിക്കാട്ടിൽ ആളുണ്ടോ? ആരെങ്കിലും എന്നെ വന്നൊന്ന് രക്ഷിക്കടാ. ചേട്ടാ, നിങ്ങൾ അവിടെ എന്തെടുക്ക? എങ്ങനെ? പോലീസ് അവനെ ടെസ്റ്റ് ചെയ്തിക്കൊണ്ടിരിക്കുക. എടാ, വണ്ടി തെറ്റി വീണതാടാ, വന്നൊന്ന് പിടിക്കടാ. ഇതാ വരുന്നു ചേട്ടാ. നോക്കി വാ മക്കളെ, എന്റെ പുറത്തേക്ക് വീഴല്ലേ. കഴിഞ്ഞതാ. നോക്കി. അയ്യോ ചേട്ടാ, ഷർട്ടൊക്കെ കീറിയല്ലോ. എന്താ കയ്യിന്ന് ചോര വരുന്നത് കണ്ടില്ലേ? അതെ ചേട്ടാ. ആ കുരുത്തം കെട്ടവനെ എന്നെ ഒന്ന് ഇടിച്ചിട്ടത്. അവനെ കൂടെ ഒന്ന് രക്ഷിച്ചേക്കേട്ടോ. ചെല്ലടാ. ഇവരെന്താ ജോഡിയായിട്ടാണോ വീണത്? എന്തിനാ ഇത്രയധികം സ്റ്റിച്ച് ഇടുന്നേ? എന്താ ഇത് സാറേ, ഡോക്ടറെ പോലെ ചെയ്യുന്നേ? നിങ്ങളെന്താ ഡോക്ടറാ? അതെ.
ഡോക്ടർ തന്നെ. ചെയ്യുന്ന രീതി കണ്ടപ്പോഴേ തോന്നി നിങ്ങളെ ഡോക്ടർ തന്നെ ആയിരിക്കുന്നു. എടാ കണ്ടില്ലേ, നമ്മളെ രക്ഷിക്കാൻ ഡോക്ടർ തന്നെ വന്നിരിക്കുന്നേ. ചേട്ടാ നമുക്ക് പോയാലോ? ചാവണമെങ്കിൽ നിനക്ക് തനിയെ പോയി ചത്തൂടെ, എന്നെ എന്തിനാ കൂട്ടുപിടിക്കുന്നത്? പോടാ. ഗിയറില്ലാതെ ഞാൻ എന്ത് ചെയ്യാനാ? ആ വണ്ടിയിൽ എന്തിനാ ഗിയർ? പോയി തൊലയടാ. റോട്ടിൽ വെച്ച് പോയി ഞാൻ. ഡോക്ടർ ആ കഴിഞ്ഞു. താങ്ക് യു. എവിടെയെങ്കിലും ഡ്രോപ്പ് ചെയ്യണേ ഞാൻ ചെയ്യാം. ഇതിനകത്ത് വന്ന് 10 മിനിറ്റ്. ഈ ഡോക്ടർ ഇവിടെ പോയി. ഡോക്ടറെ സമയമില്ല, വേഗം വാ. എന്തോരം ജോലി ഉണ്ടെന്നറിയോ? ഡ്രൈവർ സാർ. AC കുറച്ച് കൂട്ടിയിടും മോനെ. ശരി സാറേ. സാർ, സാറിന്റെ പേരെന്താ? കാളി. കാളിയോ? സാറിന്റെ കഥ കേട്ടിട്ട് എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പോവാ? എൻ്റെ അമ്മയുടെ പേര് പാർവതി എന്നാ. ആഹാ. എൻ്റെ അമ്മ ജനിച്ചു വളർന്നൊക്കെ ഇവിടെയാണ്. ഉം. ഇത് രണ്ടും അല്ലാതെ വേറൊന്നും എനിക്കറിയില്ല. ഉം. എൻ്റെ അമ്മയെ ചതിച്ച എൻ്റെ അച്ഛൻ ആരാണ്? 28 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അമ്മയ്ക്ക് എന്താ സംഭവിച്ചെന്നുള്ള കാര്യങ്ങളെല്ലാം എനിക്കറിയണം. ഒരാൾക്ക് തൻ്റെ അമ്മ ആരാണെന്ന് ആരോട് വേണമെങ്കിലും ചോദിച്ചറിയാം. എന്നാൽ അച്ഛൻ ആരാണെന്നുള്ളത് ചോദിച്ചാൽ നന്നായിരിക്കില്ല. അതുകൊണ്ട് ആരും അറിയാതെ എൻ്റെ അമ്മയെ ചതിച്ച എൻ്റെ അച്ഛൻ ആരാന്ന് എനിക്ക് കണ്ടുപിടിക്കണം. അതെങ്ങനെ? ഞാൻ ആരാണ്, എന്തിനു വേണ്ടിയാണ് ഈ നാട്ടിൽ വന്നിരിക്കുന്നതെന്ന് ആരും അറിയാൻ പാടില്ല. നീ എൻ്റെ കൂടെ നിൽക്കണം. ആ തേങ്ങ പൊതിച്ച് തേങ്ങ മാറ്റിയിട്. അയാള് കാര്യം പറഞ്ഞ എന്റെ തല ഇതുപോലെ ഇവിടുന്ന് ഉരുളെന്ന് ഓർത്താ. ഇനി എന്താകും എന്തോ. സാറേ, അദ്ദേഹമാണ് നാട്ടിലെ പ്രമാണി. അയ്യോ മുതലാളി. നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലല്ലോ കള്ളം പറയാൻ പാടില്ലെന്ന്. ഇനി ഇത് ആവർത്തിച്ചാലുണ്ടല്ലോ. അതെ, എന്തെന്നാണ് അയാള് പറഞ്ഞത്? മുതലാളിക്ക് ആട്ടുകാലിന് സൂപ്പ് വെച്ച് കൊടുക്കാൻ ഒരു കോഴിക്കാലിന് സൂപ്പ് വെച്ച് കൊടുത്തത്. എന്തിനാ ഡോക്ടറെ ഇങ്ങോട്ട് വന്നേ? കള്ളം പറയൂ, കള്ളം പറയൂ, കള്ളം പറയൂ, കള്ളം പറയൂ, കള്ളം പറയൂ, കള്ളം പറയൂ. എടാ ഗോപി, അതെ, നമസ്കാരമുണ്ട് സാറേ. നീ എന്ത് കഥയാ പറയാൻ പോകുന്നേ? ഇതാരാ? എന്താ കാര്യം? എനിക്ക് സൂപ്പ് വേണമെന്ന് പറഞ്ഞ. അയ്യോ അല്ല സാറേ, തിരുവനന്തപുരത്ത് നിന്ന് വെള്ളിച്ചനെ അയച്ചതാ. ഡോക്ടർ പഠിത്തം കഴിഞ്ഞതാ സാറേ. നമ്മുടെ നാട്ടിലൊരു ക്ലിനിക്ക് വെക്കണം പോലും, അതിന് വന്നിരിക്കുന്ന ആള്. ക്ലിനിക്കോ? അതെ സാർ. ഈ നാട്ടിൽ ഹോസ്പിറ്റൽ നടത്തിയിട്ട് എന്ത് കിട്ടാനാ? ഇവിടുന്ന് കാശ് കിട്ടില്ല. ഇഞ്ചക്ഷൻ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ട് പൈസ കൊടുക്കേണ്ടി വരും. ഇതൊക്കെ നടപ്പുള്ള കാര്യമാണോ? കാശുണ്ടാക്കാൻ വേണ്ടിയല്ല സാർ ഞാൻ വന്നത്. എൻ്റെ പ്രോജക്റ്റിന് വേണ്ടി ഈ നാട്ടിലെ ജനങ്ങളെ സഹായിക്കണം. അതാണ് എൻ്റെ ആഗ്രഹം സാർ. അത് ശരി. ഫ്രീ ആയിട്ടുള്ള ചികിത്സ. ഗോപി, എന്താ സാറേ? നമ്മുടെ പഴയ പഞ്ചായത്ത് കെട്ടിടമില്ലേ, അത് സാറിന് കാണിച്ചു കൊടുക്കുക. ശരി സാർ. അത് ഒഴിഞ്ഞു കിടക്കുന്നതാ. അവിടെ ക്ലിനിക്ക് തുടങ്ങാൻ സൗകര്യം ഉണ്ടോ നോക്ക്. താങ്ക് യു സാർ. ആയിക്കോട്ടെ. ആ ബിൽഡിംഗ് എങ്ങനെ കിടക്കാൻ കാരണം നീ തന്നെ ഇല്ലടാ. കൊന്നുകളി ഞാൻ റാസ്കൽ. എന്നോട് കള്ളം ഞാൻ പറയും. പോവാം. അടിക്കാൻ ആളെ കിട്ടില്ല, അയാളെ നമ്മളെ പിടിച്ചു തല്ലും. വാ ഡാക്ടറെ, ഇതാണ് പഞ്ചായത്ത് ബിൽഡിംഗ്, നമ്മൾ തുടങ്ങാനിരിക്കുന്ന ക്ലിനിക്ക്. താക്കോലൊന്നുമില്ല, ആരെങ്കിലും അകത്ത് കയറി കിടപ്പുണ്ടോ ആവോ? കേറി നോക്കിക്കളയാന്നേ. ആരും ഇല്ല. ഡാക്ടറെ, സാറിന്റെ അച്ഛൻ ആരാണെന്ന് അറിയാനുള്ള ആഗ്രഹം സാറിനേക്കാൾ കൂടുതൽ ഇപ്പൊ എനിക്കാണുള്ളത്, അറിയാമോ? ഇനിയിപ്പോ എന്റെ അച്ഛൻ തന്നെയായിരിക്കും ഇവന്റെ അച്ഛൻ. ആകെയുള്ള 1.5 സെന്റിന്റെ പകുതി ഇവന് കൊടുക്കേണ്ടി വരുമോ? അല്ലേ ഡോക്ടറെ, ഒരു കൈ സഹായിച്ചേ. എനിക്ക് എന്താന്ന് വെച്ചാ നമ്മുടെ നാട്ടിലെ പ്രമാണി പരമേശ്വരൻ സാറില്ലേ, പരമേശ്വരൻ അയാളെ സാറ്? തന്നെയാ സംശയം. സംശയോ? യെസ്. കണ്ടിട്ടൊരു നല്ല ആളെ പോലെ ഉണ്ടല്ലോ. കാണാൻ നല്ല ആൾക്കാരെ പോലെ തന്നെ തോന്നും. അവന്മാർക്ക് ഏറ്റവും വലിയ കള്ളന്മാര്. ഇയാളെ കുറിച്ച് ഞാൻ നേരത്തെ അന്വേഷിച്ചിട്ടുണ്ട്. മറ്റേ കാര്യത്തിൽ ഇയാൾ ഭയങ്കര വീക്കാണെന്നേ. ഒന്നിനെ പോലും വിടില്ല. അങ്ങനെയാണോ? എന്തെങ്ങനെയാന്ന്? ഈ നാട്ടില് സാറിനെ പോലെ കളറുള്ള 7-8 പേര് മാത്രമേ ഉള്ളൂ. അതിലൊരാളാ പരമേശ്വരൻ തന്നെയാ. മറ്റുള്ളവരൊക്കെ ടാറിന്റെ കളർ പോലെ കറുത്തിരുണ്ടിട്ടായിരിക്കുന്നത്. ഈസി ആയിട്ട് കണ്ടുപിടിക്കുക. എന്ത് പറയുന്നു? എങ്ങനെയുണ്ട് ഡോക്ടറെ? വന്നാട്ടെ, സൗജന്യമായി ആരോഗ്യ പരിശോധനയ്ക്ക് വന്നാട്ടെ. വെറുതെ വീട്ടിൽ സോഫയിൽ കുത്തിരുന്ന സീറ്റിൽ കാണരുത്. ആരോഗ്യ പരിശോധനയ്ക്ക് മെഡിക്കൽ ക്യാമ്പിലേക്ക് വരൂ. 10 പൈസ പോലും നിങ്ങൾ ചെലവാക്കണ്ട. നിങ്ങളുടെ ആരോഗ്യമാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ നാളെ രാവിലെ ഞങ്ങളുടെ മെഡിക്കൽ ക്യാമ്പിലേക്ക് എല്ലാവരും വന്നാട്ടെ. എന്താ എന്റെ പേര് പറയേ. മമ്മൂട്ടി. അപ്പൊ അച്ഛന്റെ പേരെന്താ? ദുൽഖർ തനിക്ക് ഒരച്ഛനല്ലേ ഉള്ളൂ. ഇതിലെന്താ ഒരു സംശയം? അത് വിട്. അമ്മയുടെ പേരെന്താ? കൃഷ്ണവേണി. കൃഷ്ണവേണിയാ? എന്തിനാ ഇത്? ചുഴലിക്കാറ്റുന്ന ഈ ഭാഗത്തേക്ക്. എന്താ വലിയ ഞങ്ങളിവിടെ വരിയിലേക്കുമ്പോ നീ മാത്രം നിന്റെ ഇഷ്ടത്തിന് പോവാ? അതെ, ഡോക്ടർമാർ തമ്മിൽ കാണേണ്ട ആവശ്യമില്ല. ഓസാണെന്ന് അറിഞ്ഞപ്പോൾ എത്തിയല്ലേ? പോ. പറഞ്ഞോളൂ, എന്താ പറ്റി? നിങ്ങളും ഡോക്ടറല്ലേ? നിങ്ങൾ തന്നെ പറ.
ഇത് വെക്കാൻ വേറെ സ്ഥലമൊന്നും കണ്ടില്ലേ? ഇമാതിരി പണിയൊന്നും എന്റെ അടുത്ത് ഇറക്കണ്ട. എന്താണെങ്കിലും നോക്കി പറഞ്ഞാ മതി. നോക്കി പറയണമെന്നോ? ഇങ്ങനെ ഒരുപാട് സമയം നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഇയാൾ എന്തിനാ ഇവിടേക്ക് വന്നേ? ഡോക്ടർമാരെ എന്തിനാ കാണാൻ വരുന്നത്? ഇപ്പൊ എന്തിനാ നിങ്ങൾ സൂചിയൊക്കെ എടുക്കുന്നത്? ഈ ശരീരത്തിൽ ഒരുപാട് കൊഴുപ്പുണ്ടെന്ന് തോന്നുന്നു. ഒരു ഇഞ്ചക്ഷൻ എടുത്താൽ എല്ലാം അങ്ങ് ശരിയാവും. ഈ ഓലപ്പാമ്പിനെ ഒന്നും കാണിച്ച് എന്നെ പേടിപ്പിക്കണ്ട. ഞാനും ഒരു ഡോക്ടറാ. ഓ, ഈ നാട്ടിൽ മുറിവൈദ്യം നോക്കുന്ന വല്യമ്മ നീയാണല്ലേ? എന്താ വല്യമ്മയോ? നാട്ടുകാരോടൊന്ന് പോയി ചോദിച്ചു നോക്ക്. അപ്പൊ അറിയും വല്ലിയുടെ മൗസും പവറൊക്കെ. നിങ്ങളൊരു പൊട്ട ഡോക്ടറാണെന്ന് ഈ നാട്ടുകാരെ അറിയിച്ച് നിങ്ങൾ ഈ നാട്ടീന്ന് ഞാൻ ഓടിച്ചില്ലെങ്കിൽ. എടാ ഗോപി, ഈ കല്യാണത്തിന് നീ എന്തിനാ എന്നെ കൊണ്ടുപോകുന്നേ? ഈ കല്യാണത്തിന് ഈ നാട്ടിലുള്ള എല്ലാവരും പങ്കെടുക്കും. അതിൽ വെളുത്തവന്മാരെ നോക്കി സാറിന്റെ അച്ഛൻ ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. നീ പറയുന്നതൊക്കെ ശരിയാ, പക്ഷെ ഇൻവിറ്റേഷൻ തരത്ത് കല്യാണത്തിന് എനിക്കൊക്കെ ആരും ഇൻവിറ്റേഷൻ തരുന്ന ഡോക്ടറെ? ഞാൻ നേരെ പോയി ഭക്ഷണം കഴിച്ചിട്ടെങ്കിൽ പോരും ഡോക്ടറെ. നമസ്കാരം ചേച്ചി. എന്താടാ ഗോപി, ഒരു കല്യാണം വിടില്ലല്ലോ. ഞാനും കണ്ടിട്ടുണ്ട്. എന്താ ഡോക്ടറെ ഇങ്ങനെ നോക്കുന്നേ? ഡോക്ടർ അച്ഛനെ കണ്ടുപിടിക്കണോ വേണ്ടയോ? കണ്ടുപിടിക്കണം ഗോപി, പക്ഷെ ഇങ്ങനെയൊക്കെ. അതിന് ഇത് മാത്രമുള്ള ഒരു ഐഡിയ. ഒന്ന് വന്നേ. എടാ, അമ്മമാരെ പോലും വെറുതെ വിടില്ലല്ലേ, മാറിക്കടാ. നമസ്കാരം സാർ. എങ്ങനെ ആ, കുഴപ്പമൊന്നുമില്ല സാർ. ഡോക്ടറെ, ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ ഇവിടെ ഉണ്ട്. ഇവിടെ തന്നെ സാറിന്റെ അച്ഛനും ഉണ്ടാവും. പക്ഷെ ആരാന്ന് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ആ ഡോക്ടറെ, നിങ്ങളുടെ കുടുംബത്തിൽ പാടാറുള്ള പാട്ടില്ലേ, ആ പാട്ട് പാടിക്കേ. ആരുടെ മുഖത്താണോ റിയാക്ഷൻ മാറുന്നത് അയാളായിരിക്കും സാറിന്റെ അച്ഛൻ. ഒന്ന് പാടുന്നേ. പാട്ടോ? ആ, ഗോഡ് ബ്ലസ് യു. സെയിം ടു യു ഫാദർ. വാ, നമുക്ക് പോയി നമ്മുടെ ജോലി നോക്കാം. കഴിക്കാൻ വേണ്ടി വിളിച്ചാണ്. എന്താ ഇത് സാറേ, ഞാൻ അത്ര മോശമെന്ന് കരുതിയോ? പഴയ പഞ്ചായത്ത് പ്രസിഡന്റിനെ കണ്ട് ഡോക്ടറിന്റെ അമ്മയെ കുറിച്ച് അന്വേഷിക്കുന്ന കരുതിയിട്ടാ. അതിനിടയ്ക്ക് സാർ എന്നെ തെറ്റിദ്ധരിച്ചു. സോറി ഗോപി, നിന്നെ ഞാൻ തെറ്റിദ്ധരിച്ചു. ശരി, നമുക്ക് ഈ പ്രസിഡന്റ് വീട്ടിൽ നിന്ന് കഴിക്കാം. ഗോപി, ഈ പ്രസിഡന്റ് എന്ന് വെച്ചാ? പ്രസിഡന്റ് എന്ന് വെച്ചാ വിവോയാ. വിവോ എന്ന് പറഞ്ഞ? അതൊക്കെ വിശദീകരിക്കാൻ നിന്നാ ഒരുപാടുണ്ട്. ഗ്രാമത്തിന്റെ അധിപൻ. അധിപൻ എന്ന് പറയുമ്പോ ഡോക്ടറിന്റെ കാര്യം ഒന്ന് പോയി. ഒന്നിക്ക് ഗോപി വാ. പ്രസിഡന്റ് ആലിയാസ് വിവോ. ആൾവേസ് ഓൾവേസ് ഓൾവേസ്. പാപങ്ങൾ മുഴുവൻ ചെയ്തിട്ട് ദൈവത്തിനെ പൂജിക്കുന്ന കണ്ടില്ലേ? അങ്ങേരാണ് പഴയ പ്രസിഡന്റ്. സാറേ നമസ്കാരമുണ്ട്. നമസ്കാരം. സാറിന് എന്നെ മനസ്സിലായോ? പിന്നെ മനസ്സിലായോ? ഞാൻ റിട്ടയർഡ് ആയിട്ട് വീട്ടിലിരിക്കുന്നു. നീ ഒരു ജോലിയും ഇല്ലാതെ വീട്ടിലിരിക്കുന്നു. എനിക്കറിയില്ല നിന്നെ. ഞാൻ പറഞ്ഞില്ലേ, സാർ ഭയങ്കര തമാശക്കാരനാണ്. ഇത് തമാശയൊന്നുമല്ല. തമാശ ഞാൻ തോന്നത്തേയില്ല. ഈ പയ്യനാണല്ലേ ഡോക്ടർ? അല്ല സാറേ, സാറിനോട് പ്രധാനപ്പെട്ട കാര്യം ചോദിക്കാനുണ്ട്. ചോദിച്ചോ മോനെ. ഇഫ് യു ഡോണ്ട് മൈൻഡ്, കുറെ വർഷങ്ങൾക്ക് മുമ്പ് പാർവതി എന്നൊരു പെണ്ണിനെ നിങ്ങൾ കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ടില്ലേ? അന്നത്തെ തീരുമാനം തെറ്റായിരുന്നല്ലേ? മോനപ്പന്റെ ഭാര്യക്ക്. മോനപ്പന്റെ ഭാര്യയാണോ? ഇപ്പൊ ആ പാർവതി ജീവനോടെ ഉണ്ടോ അതോ മരിച്ചു കാണുമോ? എന്താ സാറേ ഇങ്ങനെ സൗണ്ട് മാറ്റി പറയുന്നേ? നീ ഒന്ന് അങ്ങോട്ട് നോക്കിയേ. എങ്ങോട്ട്? ഗുഡ് മോർണിംഗ് ആന്റി. എന്താടാ കരിങ്കല്ല് പോലെ ഒരാൾ ഇവിടെ നിന്നിട്ട് ഞാൻ ചത്തുപോയെന്ന് പറയുന്നു? നിന്റെ മോന്തേനും ഇടിച്ച് അല്ലെങ്കിൽ തന്നെ മുഖം അങ്ങനെ ഇരിക്കുന്നേ. ഇനി ചേച്ചിയുടെ വക. ഗോപി, എന്താ ഡോക്ടർ? അവൻ അന്വേഷിച്ചിട്ട് പോകാൻ നടക്ക് ഡോക്ടറെ. അവര് നമ്മളെ അടിക്കില്ല, ചതയ്ക്കും. ഫാദറെ നമസ്കാരം. നന്നായിട്ട് തട്ടിയിട്ട് വന്ന പോലെ ഉണ്ടല്ലോ. അതെ ഫാദറെ, എന്ത് ചെയ്യാനാ, വ്രതത്തിലായി പോയി. അതുകൊണ്ട് പച്ചക്കറി മാത്രം കഴിച്ചോളൂ. ഇദ്ദേഹത്തിന്റെ പേര് കാളി. നമ്മുടെ നാട്ടിൽ ഡോക്ടറായിട്ട് വന്നേക്കാ. ഞാൻ പറഞ്ഞു കേട്ടിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. നിങ്ങളെ പോലെ ഒത്തിരി പേര് ഇവിടെ സഹായത്തിന് വന്നിട്ടുള്ള നാടാ. പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഓടിക്കളയും. നിങ്ങളെങ്കിലും ഇവിടെ ഉണ്ടാവില്ലേ? ഷുവർ ഫാദർ, തീർച്ചയായിട്ടും ഉണ്ടാവും. പാവ ഈ ജനങ്ങൾക്ക് നിങ്ങളെ പോലുള്ളവർ നല്ലത് ചെയ്യുന്ന കാണുമ്പോൾ സന്തോഷം. ഞാൻ കൈവിടില്ല ഫാദർ. നിങ്ങൾക്ക് വളരെ വർഷങ്ങൾക്ക് മുമ്പ് പാർവതി എന്ന പേരുള്ള ആരെങ്കിലും പരിചയമുണ്ടോ? ഫാദർ ഒന്ന് ആലോചിച്ച് നോക്ക്. ഫാദറിന് അറിയാൻ പറ്റും. പറയണം. നമ്മുടെ മോനപ്പന്റെ ഭാര്യയുടെ പേര് പാർവതി എന്നല്ലേ? അവരെയൊക്കെ നിനക്ക് അറിയാവുന്നല്ലേ? അറിയാം ഫാദർ. കിട്ടിപ്പോയി. അപ്പൊ നമുക്ക് പിന്നീട് കാണാം. ശരി ഫാദർ. ഹലോ ഡോക്ടറെ, സാറിന്റെ അച്ഛനെ കണ്ടുപിടിച്ചേ? പാർവതി എടി നോക്കടി. ഇയാളിത് എവിടെ നിന്നാ പാടുന്നതെന്ന് അറിയില്ലല്ലോ. പാർവതി എടി നോക്കടി. ഇവനെന്തിനാ ഈ പാർവതിയെ കുറിച്ചുള്ള പാട്ട് പാടുന്നേ? ഇയാളാണ് ഡോക്ടറിന്റെ അച്ഛൻ. ഇയാളെയൊക്കെ കണ്ടുപിടിക്കാതിരിക്കുന്നത് തന്നെ നല്ലത്. ചന്ദ്രൻ വരെ മുഴുവനും വരാതെ പകുതി വന്ന് നിന്നുകൊണ്ട് നമ്മളെ കൺഫ്യൂഷൻ ആയിക്കൊണ്ടിരിക്കുക. അയാൾ എന്തിനായിരിക്കും ആ പാട്ട് പാടിയത്? എനിക്കെന്തോ അയാൾ തന്നെയായിരിക്കും ഡോക്ടറിന്റെ അച്ഛനെന്നൊരു ഡൗട്ട് ഉണ്ട്. നീ ആരെ കുറിച്ച് പറയുന്നേ? നമ്മുടെ വല്യയുടെ അച്ഛനെ. പക്ഷേ ആ മാങ്ങാണ്ട് തലേനെയും ഡോക്ടറുടെ മുഖം വെച്ച് നോക്കുമ്പോൾ മാച്ചേ ആവുന്നില്ല. വല്യാണെങ്കിൽ നാട്ടിലുള്ള വൈദ്യനും, സാറാണെങ്കിൽ വിദേശത്തുനിന്ന് വന്ന ഡോക്ടറും. ഇനി ചിലപ്പോൾ വല്യ സാറിന്റെ സഹോദരിയാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ സാറിന്റെ അളിയൻ ഞാൻ തന്നെയാണ്.
അയ്യോ എന്താ ഇത്? ഡോക്ടറെ നമുക്കാരോ കൂടോത്രം ചെയ്തിട്ടിരിക്കുക. കൂടോത്രം? എന്തിനു? എല്ലാത്തിനും തടസ്സം വരുമെന്നേ. ഒരുത്തൻ നന്നായിരുന്ന അവനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ കൂടോത്രം, അറിയോ? എന്തിനാ ഒരാൾ നന്നായിരിക്കുമ്പോ അവനെ നശിപ്പിക്കാൻ നോക്കുന്നത്? അതാണ് ഇന്നത്തെ മനുഷ്യന്റെ ഗുണം. എന്റെ ദൈവമേ, എന്റെ ഉയർച്ചയിൽ അസൂയുള്ള ഏതോ ഒരുത്തനെ ഈ കൂടോത്രം ആരോ കഴുത്തിൽ പിടിച്ച് വലിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നല്ലോ ദൈവമേ. അയ്യോ, ഗോപി, നിന്റെ പ്രശ്നം എന്താ? നാട്ടിലുള്ള എല്ലാ പ്രേതവും വിശ്വാസി ഇവിടെ തന്നെയുണ്ട്. ഇപ്പോ ഈ പാവയുടെ തല കണ്ടിട്ട് എന്റെ അച്ഛന്റെ തല പോലെ തന്നെയുണ്ട്. അമ്മേ, അടിപൊളി ചേച്ചി. നിനക്കെന്താ പറ്റി? ചാത്തനേർ തുടങ്ങിയെന്നാ തോന്നുന്നേ. ഓം ശംഭോ മഹാദേവ, ശംഭോ മഹാദേവ. ആരടാ നീ? എടാ മൊട്ടെ, നീ ചോദിച്ച ഉടനെ തന്നെ ഞാൻ പറയാൻ പോവാണോ? ആരോടാണ് സംസാരിക്കുന്നതെന്ന് അറിയോ? ഫുട്ബോൾ തലയാ നിന്റെ മുമ്പിൽ തന്നെയല്ലേ ഇരിക്കുന്നത്, എന്നിട്ടാണ് അറിയോന്ന് ചോദിക്കുന്നേ. ചാട്ടം എടുക്ക്. ചാട്ടമാറോ? എടോ, ഞാൻ പാർവതിയാണോ വന്നിരിക്കുന്നേ? ആണോ? ഏത് നാട്ടിൽ നിന്നാണ് വന്നിരിക്കുന്നത്? തനിക്ക് അതുപോലും അറിയില്ലേ? ഞാൻ ഈ നാട്ടുകാരിയാണോ? എനിക്കറിയില്ലടാ, തെളിച്ചു പറ. ഒന്ന് നിർത്തോ. 28 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ എല്ലാവരും കൂടി എന്നെ പറ്റിച്ചില്ലടോ. നീ ആരെ കുറിച്ചാ പറയുന്നത്? അതറിയാത്തോണ്ടല്ലോ വന്നിരിക്കുന്നത്. താനൊന്ന് കണ്ടുപിടിക്കണോ? പറയുന്നതൊക്കെ എനിക്കെങ്ങനെ അറിയാം? കൂടെ നിൽക്കുന്ന ആരോടെങ്കിലും പോയി ചോദിക്കണോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? നിങ്ങൾക്കറിയാമോ? എനിക്കറിയില്ല. എനിക്കറിയില്ല. പിന്നെ ആർക്കൊന്നും അറിയില്ല. വാ തുറക്കടാ.